കേരള രാഷ്ട്രീയത്തിലെ അതികായനായിരുന്ന ലീഡർ കെ കരുണാകരൻ ജനിച്ചത് കണ്ണൂർ ചിറക്കലിലെ കണ്ണോത്ത് തറവാട്ടിലായിരുന്നു. കോവിഡ് കാലം വരെ സജീവമായിരുന്ന വീട്ടിലിപ്പോൾ ആൾതാമസമില്ല. കരുണാകരന്റെ അമ്മ കല്യാണിയെ സംസ്കരിച്ചതും ഈ വീടിന് സമീപത്താണ്. കേരള രാഷ്ട്രീയത്തെ ഏറെക്കാലം നിയന്ത്രിച്ച ഒരേ ഒരു ലീഡർ കെ കരുണാകരൻ. കർമ്മം കൊണ്ട് തൃശ്ശൂരായിരുന്നു തട്ടകമെങ്കിലും ജന്മം കൊണ്ട് കരുണാകരൻ കണ്ണൂരുകാരനാണ്. ഇതാണ് കണ്ണോത്ത് തറവാട്. കേരള രാഷ്ട്രീയത്തിലെ ഭീഷ്മാചാര്യനായിരുന്ന കെ കരുണാകരൻ ജനിച്ചു വളർന്ന വീട്. ജൂലൈ 5 കരുണാകരന്റെ ജനനം. ക്ഷേത്രങ്ങളുടെ നാടായ ചിറക്കലിലെ കണ്ണോത്ത് തറവാടിന്റെ മുറ്റത്താണ് കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ കളിച്ചു വളർന്നത്. ചിറക്കൽ രാജാ സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസം. ചിത്രരചന പഠിക്കാനായാണ് പിന്നീട് തൃശ്ശൂരിലേക്ക് പോകുന്നത്. കരുണാകരൻ ജനിച്ചു വളർന്ന കണ്ണോത്ത് തറവാട്ടിൽ കോവിഡ് കാലം വരെ ബന്ധുക്കൾ താമസിച്ചിരുന്നു. ഇന്നിപ്പോൾ ആൾതാമസമില്ലാത്ത വീടായി മാറി. അമ്മ കല്യാണിയുടെ മരണം വരെ സ്ഥിരമായി കരുണാകരൻ കണ്ണൂരിലെത്തിയിരുന്നു. കണ്ണൂരിലെന്ന് വെച്ചാൽ അദ്ദേഹം ഹോം മിനിസ്റ്ററായിട്ട് ആദ്യം വരുന്നത് മുതലാണ് എനിക്കെല്ലാം ഓർമ്മ. അന്നേരം അമ്മേനെ കാണാൻ വേണ്ടി അമ്മ ഇവിടെ കണ്ണൂർ ഇവിടെ ചെറുക്കലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ കാണാൻ വേണ്ടി വരും. അപ്പോൾ അന്നേരം ഞങ്ങളൊക്കെ അവരെല്ലാം വളരെ അടുത്ത് കാണുന്നത്. വീട്ടുകാരൊക്കെ എല്ലാവരോടും നല്ല സ്നേഹമായിരുന്നു. പിന്നെ ഇവരുടെ അച്ഛൻ്റെ വീട് മുഴപ്പിലങ്ങട, അവിടെയും ഇവിടെയായിട്ടാണ് അവരെ ബാല്യകാലം കഴിഞ്ഞത്. കണ്ണൂരെത്തുന്ന വേളകളിൽ തൊട്ടടുത്തുള്ള കടലായി ക്ഷേത്രത്തിലും കരുണാകരൻ ദർശനം നടത്തുന്നത് പതിവായിരുന്നു. കണ്ണൂർ എന്തൊക്കെ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വരും. ഇപ്പോൾ കടലായി അമ്പലത്തിൽ വരും. അമ്പലത്തിൽ വന്നാൽ നമ്മൾ ചിലപ്പോൾ കാണും. അമ്പലത്തിൽ വന്ന് വരുന്നുണ്ടെന്ന് അറിഞ്ഞാൽ നമ്മൾ അമ്പലത്തിൽ വന്ന് കാണും. പിന്നെ അങ്ങോട്ട് തറവാട്ടിലേക്കൊന്നും വരവില്ല. ആളനക്കമില്ലെങ്കിലും ആൾക്കൂട്ടത്തെ ആവേശത്തിലാഴ്ത്തിയ നേതാവിന്റെ ഓർമ്മകളാണ് കണ്ണോത്ത് തറവാട് നിറയെ. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.